ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ജൂലൈ 31 ആഗസ്റ്റ് 1 പ്രധാന കറണ്ട് അഫയേഴ്സ്. ഓഗസ്റ്റ് 1 പ്രത്യേകത നാഷണൽ മൗണ്ടെയിൻ ക്ലൈംബിംഗ് ഡേ. നാഷണൽ മൗണ്ടെയിൻ ക്ലൈംബിംഗ് ഡേ. ജൂലൈയിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ നടന്നത് വയനാട്ടിലെ മുണ്ടക്കൈയും ചൂരൽമലയിലും. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം മേപ്പാടി പുഞ്ചിരിമറ്റം. പശ്ചിമഘട്ടത്തെപ്പറ്റി പഠനം നടത്തിയ കമ്മീഷൻ മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മനു ഭാക്കർ സരബ്ജോത് സിംഗ് സഖ്യത്തിന് ഷൂട്ടിംഗ് മിക്സഡ് ടീമിനത്തിൽ വെങ്കലം. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത മനു ഭാക്കർ. 2024 ജൂലൈയിൽ മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ പ്രതിമ സ്ഥാപിതമാകുന്ന സ്ഥലം തിരുവനന്തപുരം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ അൽഫാവ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യ. അയോധ്യയിലെ രാംലല്ലയുടെ ചിത്രമുള്ള പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ലാവോസ്. അയോധ്യയിലെ പ്രതിഷ്ഠയാണ് രാംലല്ല. 2024 പാരീസ് ഒളിമ്പിക്സ് തോൽവിക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണ. ഭിന്നശേഷി വിഭാഗക്കാർക്കായി കേരള നോളജ് മിഷൻ നടപ്പിലാക്കുന്ന തൊഴിൽ പദ്ധതി സമഗ്ര. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആലുവ. കേരള നിപ്പ വൈറസിന്റെ കാര്യത്തിൽ ഇന്ത്യ ഏത് രാജ്യത്തിൽ നിന്നാണ് നിപ്പ മോണോക്ലോണൽ ആന്റിബോഡി തേടുന്നത്? ഓസ്ട്രേലിയ. UPSCയുടെ പുതിയ ചെയർപേഴ്സൺ പ്രീതി സുദൻ. UPSC എന്നാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. കാർട്ടൂണിസ്റ്റുകൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം മൗലികാവകാശമാണെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വരുന്നത് ഡൽഹി. ഡൽഹിയുടെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന. 2024 ബെൽജിയൻ ഗ്രാൻഡ് പ്രിക്സ് വിജയി ലൂയിസ് ഹാമിൽട്ടൺ. 2025 പുരുഷ ഏഷ്യ കപ്പ് വേദി ഇന്ത്യ. 2024 വേദി ശ്രീലങ്കയായിരുന്നു. ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൗദ് പസേഷ്കിയൻ. 2024 സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് നൽകി വരുന്ന അവാർഡിന് അർഹനായത് ടി പത്മനാഭൻ. വ്യോമയാന മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് ഭാരതീയ വായുയാൻ വിധേയക് ബിൽ. For more videos, please subscribe my channel. Thank you.